കേരളത്തിൽ 1000-ഓളം ലോക്കൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, പിന്നെ സംസ്ഥാനതലം, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ഇങ്ങനെ എല്ലാം ഉണ്ടല്ലോ. അതിൽ ഗ്രാമപഞ്ചായത്ത് തലത്തിലുള്ള 10,000-ഓളം വരുന്ന ഇടങ്ങളിലാണ് ഏറ്റവും കൂടുതലായി തൊഴിലുറപ്പുകാർ പണിയെടുക്കുന്നത്. 5000-ഓളം തൊഴിലാളികൾ പങ്കെടുക്കുന്നുണ്ട്. അവർ 18 വയസ്സിന് മുകളിലോട്ടുള്ളവരാണ്, 21 വയസ്സിനൊക്കെ മുകളിലോട്ടുള്ളവരാണ്. അവർ ഡിഗ്രിക്കാരുണ്ട്, PGക്കാരുണ്ട്, എഞ്ചിനീയറിംഗ് പാസ്സായവരുണ്ട്, MTechക്കാരുണ്ട്. പലരും 10-18 വർഷമായി അതിനകത്ത് ജോലി ചെയ്യുന്നവരാണ്. പലരുടെയും ഏജ് ഓവറായിട്ടുണ്ട്. ഇപ്പോൾ ആ തൊഴിലുറപ്പ് ജീവനക്കാരിൽ മഹാഭൂരിപക്ഷം ആശങ്കയിലാണ്. എന്താണ് അവരുടെ ആശങ്ക എന്ന് ചോദിച്ചാൽ, തൊഴിലുറപ്പ് പദ്ധതി പുതിയ പതിപ്പായ VBG റാംജിയിലേക്ക് മാറിയപ്പോൾ 60-40% എന്നായി. 60% തുക കേന്ദ്ര സർക്കാർ തരും, 40% തുക കേരള സർക്കാർ ഇടണം. അതല്ല പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ ഏകദേശം 50 ലക്ഷത്തോളം തൊഴിൽ ദിനങ്ങൾ ഏപ്രിൽ മാസം കേരളത്തിന് അനുവദിച്ചിട്ടുണ്ടെങ്കിലും തൊഴിലാളികൾ നൽകേണ്ട എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കാനുള്ള സാങ്കേതിക തടസ്സങ്ങളാണ് നിലവിൽ ധാരാളമായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 25-26 സാമ്പത്തിക വർഷത്തിൽ തയ്യാറാക്കിയ പ്രവർത്തികൾ സ്പില്ലോവറാക്കി, നേരത്തെ തയ്യാറാക്കിയ പ്രവർത്തികൾ സ്പില്ലോവറാക്കി. അതങ്ങനെ ഒരു രീതിയുണ്ട്. അതായത് ഒരു വർഷം പദ്ധതി തയ്യാറാക്കിയാൽ അടുത്ത വർഷം തയ്യാറാക്കാൻ പറ്റിയില്ലെങ്കിൽ ആ കഴിഞ്ഞ വർഷത്തത് സ്പില്ലോവറാക്കി ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. തുടരാനാണ് നിർദ്ദേശം. എന്നാൽ 25-26 സാമ്പത്തിക വർഷത്തിൽ കാറ്റഗറി A, B എന്നിവയിൽ വർക്ക് ക്രിയേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം ലോക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഈ വർക്കുകൾ റീവർക്ക് ചെയ്യുന്നതിനും റീഡിസൈൻ ചെയ്യുന്നതിനും റീ എൻട്രി ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ലോക്ക് ചെയ്തിരുന്നതിനാൽ ബണ്ട് നിർമ്മാണം ഉൾപ്പെടെയുള്ള നിർത്തര പരിപാലന പരിപാടികൾക്കും ലൈഫ് നിർമ്മാണം പോലുള്ള വ്യക്തിഗത നിർമ്മാണ പ്രവർത്തന എസ്റ്റിമേറ്റ് രൂപീകരിച്ച് സ്പില്ലോവർ ആക്കാനാവാതെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. മുൻ വർഷങ്ങളിലെ പ്രവർത്തികളിൽ ഉണ്ടെങ്കിൽ, അത് ആരംഭിച്ചിട്ടുള്ള പ്രവർത്തികൾ ഉണ്ടെങ്കിൽ അത് MIACASൽ നിന്ന് നീക്കം ചെയ്യപ്പെടുമെന്നതിനാൽ നടപ്പിലാക്കാനും സാധിക്കത്തില്ല. അപ്പോൾ വളരെ കൃത്യമായ ഒരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. ഈ സാമ്പത്തിക വർഷത്തിൽ ഈ വർഷത്തെ സാമ്പത്തിക വർഷത്തിൽ പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ യുക്തധാര പ്ലാനിംഗ് പ്ലാറ്റ്ഫോം വഴി മാത്രമേ സാധിക്കുകയുള്ളൂ. അത് പുതിയൊരു സംവിധാനമാണ്. എന്നാൽ ഇത് പ്രകാരം പ്ലാൻ ചെയ്ത പ്രവർത്തികൾ മിക്കതും MIASൽ കയറി വന്നിട്ടുമില്ല. ചുരുക്കത്തിൽ നിലവിലെ തൊഴിൽ നൽകാനാവാത്ത സാഹചര്യം തങ്ങളുടെ അനാസ്ഥയായി വിലയിരുത്തപ്പെടുന്ന രീതിയിലേക്ക് കാണുമോ എന്ന ആശങ്കയിലാണ് ജീവനക്കാർ. അപ്പോൾ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വേറെയും ചില പ്രശ്നങ്ങളുണ്ട്. ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം കൊടുക്കുമ്പോൾ എത്ര ജീവനക്കാർ ശമ്പളം അവർക്ക് ഒരു ചെറിയ തുക കൂട്ടിക്കൊടുത്തു, 10% കൂട്ടിക്കൊടുത്തു. പക്ഷെ കൂട്ടിക്കൊടുത്തപ്പോഴും ഒരു ചോദ്യം അതിൻ്റെ ഉത്തരവിലും പറയുന്നുണ്ട്, എത്ര ആളുകൾക്ക് ഈ 5000 പേരിൽ എത്ര പേർക്ക് ജോലി പോകും എന്നുള്ളത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. ഇതിനിടയിലാണ് കൂനിന്മേൽ കുരുപോലെ മറ്റൊരു പ്രതിസന്ധി വരാൻ കിടക്കുന്നത്. UDF ഗവൺമെൻറ്റാണ് അടുത്ത് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് കഴിഞ്ഞ 10 വർഷമായി LDF ഗവൺമെൻറ്റാണ് ഒരുപാട് പേര് അപ്പോയിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ പലരും എല്ലാവരും കരാർ നിയമനക്കാരാണ്. ഓരോ വർഷത്തേക്കാണ് നിയമിക്കുന്നത്, പിന്നെ നീട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ 10-18 വർഷമായി നിൽക്കുന്ന പലരും ഓരോ വർഷത്തെ ഒരു കണക്ക് വെച്ചില്ല, അങ്ങനെയാണല്ലോ നീട്ടിപ്പോകുന്നത്. അങ്ങനെ നീട്ടിപ്പോയാൽ UDF വന്നാൽ കുറച്ച് പേർക്കെങ്കിലും തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ UDF വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കടുകട്ടി കമ്മ്യൂണിസ്റ്റുകാരുടെ പീരീഡൊക്കെ കഴിയുകയാണെങ്കിൽ കോൺഗ്രസ്സുകാർ തള്ളും. അതിനകത്ത് കുറ്റം പറയാൻ കഴിയില്ല. കാരണം PSC ഒഴിച്ചാൽ ബാക്കി കുടുംബശ്രീ, ഹരിത കർമ്മസേന, ആശാ വർക്കേഴ്സിൽ അത്ര എളുപ്പമല്ല, അവർ അപ്പോയിൻ്റ് ചെയ്താൽ അത്ര എളുപ്പമല്ല. പിന്നെ അംഗനവാടി അത്ര എളുപ്പമല്ല. അപ്പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 62 അല്ല, അവരുടെ പെൻഷൻ പ്രായം കഴിയാതെ അവരെ മാറ്റാൻ കഴിയില്ല. അതേസമയം ഇതുപോലുള്ള കരാർ തൊഴിലാളികളിലൊക്കെ ഈ കരാർ തൊഴിലാളികൾ ഒരു വർഷത്തേക്ക് എടുക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ അവരെ ഇത്ര വർഷത്തേക്ക് എന്ന് പറയാത്തത് കൊണ്ട് തന്നെ വേണമെങ്കിൽ പിരിച്ചുവിടാം. അപ്പോൾ 2 തരത്തിലുള്ള പ്രതിസന്ധിയാണ്. ഒന്ന്, കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള കൃത്യമായ ഗൈഡ് ലൈനുകൾ ഇനിയും വരാനുണ്ട്. അതനുസരിച്ച് ഇവിടെ റീവർക്കും റീഡിസൈനും ചെയ്യാനുള്ള തൊഴിലാളികളെ അവരെ ചിലപ്പോൾ എണ്ണം കുറയാൻ സാധ്യതയുണ്ട്. കൂടാനൊരു സാധ്യതയുമില്ല, കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പിന്നെ പൈസ 60-40 എന്നാകുമ്പോൾ അത് കൃത്യ ഇടവേളകളിൽ വരാതിരുന്നാൽ ഇവർക്ക് 9% എടുക്കാം. ഇപ്പോൾ 6% ആയിരുന്നു, 9% എടുക്കാം അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. പക്ഷേ വളരെ കൃത്യമായി പണം ലഭിക്കാതിരുന്നാൽ ഈ ഒരു പ്രശ്നമുണ്ട്. സ്പില്ലോവർ വർക്കുകൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയ വർക്കുകൾ കയറാത്തത് കൊണ്ട് തന്നെ വരും ഈ സാമ്പത്തിക വർഷത്തിൽ പുതിയ വർക്കുകൾ ഒരുപാട് കയറിയിട്ടില്ല എന്നാണ് അറിയുന്നത്. അങ്ങനെ കയറാതിരിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമായി ഉദ്യോഗസ്ഥരുടെ പുറത്ത് അല്ലെങ്കിൽ ജീവനക്കാരുടെ പുറത്ത് ഒരു കുറ്റമായി വരികയും ചെയ്താൽ അതും വലിയ പ്രതിസന്ധിയായിരിക്കും. ഓരോ ജില്ല എടുത്താലും 400-300 പേര് ജോലി ചെയ്യുന്നുണ്ട്. ഒരു 5000-ഓളം പേർ അതിനകത്ത് കേരളത്തിലാകെ പണിയെടുക്കുന്നു. അതിൽ സൂപ്പർവൈസർമാരുണ്ട്, പിന്നെ അതുപോയിട്ട് എഞ്ചിനീയർമാരുണ്ട്,
അക്കൗണ്ടന്റുമാരുണ്ട്, പിന്നെ കമ്പ്യൂട്ടർ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, അങ്ങനെ 4-5 പേരടങ്ങുന്നതാണ് ഒരു പഞ്ചായത്തിലെ സംവിധാനം. അങ്ങനെ ഒരു 10,000 പഞ്ചായത്തുകൾ എടുത്താൽ 5000-ഓളം ആളുകൾ സംസ്ഥാനത്ത് ജോലി ചെയ്യുന്നു. 10-18 വർഷമായി പലരുടെയും പ്രായം കൂടിയിട്ടുണ്ട്. അവരുടെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ പദ്ധതി കാലയളവ് വരെ അവരെ സ്ഥിരപ്പെടുത്തണം. അത് കഴിഞ്ഞാൽ പറ്റില്ലല്ലോ, പദ്ധതി ഇല്ലാതെ പറ്റില്ലല്ലോ. പദ്ധതി കാലയളവ് വരെ അവരെ സ്ഥിരപ്പെടുത്തണം. പിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് നല്ലൊരു തുക 5 ലക്ഷമോ 10 ലക്ഷം തുക കൊടുക്കണം. അവരെ EPF ഏർപ്പെടുത്തണം, ESI ഏർപ്പെടുത്തണം. ഇങ്ങനെ നിരവധി ആവശ്യങ്ങൾ അവർ പറയുന്നുണ്ട് കരാർ തൊഴിലാളികൾ. പക്ഷേ ഒരു പ്രധാന പ്രശ്നം, ഈ കരാർ എന്നൊക്കെ പറഞ്ഞാൽ 1 വർഷം 2 വർഷം മാക്സിമം 3 വർഷം, അതിനപ്പുറത്തൊന്നും ഒരു തൊഴിലാളികളെയും ഒരിടത്തും വച്ചേക്കരുത്. അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ അവർക്ക് ബെനിഫിറ്റുകൾ കൊടുക്കണം. ഒരു 3 വർഷത്തിനപ്പുറം കരാർ തൊഴിലാളികളെ തുടരാൻ അനുവദിക്കുകയാണെങ്കിൽ അവർക്ക് ഈ ബെനിഫിറ്റുകൾ കൊടുക്കണം. ESI ബെനിഫിറ്റ് കൊടുക്കാം, EPF ബെനിഫിറ്റ് കൊടുക്കാം, പിന്നെ പെൻഷൻ ബെനിഫിറ്റുകൾ കൊടുക്കാം. ഈ ബെനിഫിറ്റുകളൊന്നും കൊടുക്കാതെ, ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കാം, ഒരു ബെനിഫിറ്റും കൊടുക്കാതെ 18-20 വർഷം ജോലി ചെയ്തതിന് ശേഷം ഇറങ്ങിപ്പോകണം. പ്രായമൊക്കെ കഴിഞ്ഞ് ഏജ് ഓവറൊക്കെ ആയി നിൽക്കുന്നവരോട് ഇറങ്ങിപ്പോകണമെന്ന് പറയുന്നത് ക്രൂരതയാണ്. അത് അങ്ങനെ വരാതിരിക്കട്ടെ. തൊഴിലുറപ്പിൽ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി വന്നിട്ടുണ്ട്. അത് ഇനി എങ്ങനെയാണ് ക്ലിയർ ചെയ്യുന്നറിയില്ല. കാരണം ഇതിനകത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ് ഇതിനകത്തൊരു പ്രശ്നം. 2 സർക്കാരിൻ്റെയും കൂടെ പദ്ധതിയാകുമ്പോൾ അതിൽ വലിയ ആശയക്കുഴപ്പമാണുള്ളത്. ഈ ആശയക്കുഴപ്പം ആശാ വർക്കർമാരുടെ വർക്കിലുമുണ്ട്, അംഗനവാടിയിലുമുണ്ട്, തൊഴിലുറപ്പിലുമുണ്ട്, എല്ലായിടത്തുമുമുണ്ട്. അപ്പോൾ അത് എങ്ങനെ പരിഹരിക്കപ്പെടുമെന്നറിയില്ല. അതുകൊണ്ട് തന്നെ ഇതിലെ ജീവനക്കാർ ഇത് BJP ആണെന്നോ കോൺഗ്രസ് ആണെന്നോ കമ്മ്യൂണിസ്റ്റ് ആണെന്നോ നോക്കാതെ ഒറ്റ കക്ഷിയായി നിന്നുകൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ, രാഷ്ട്രീയതീതമായി കാര്യങ്ങൾ നേടിയെടുക്കാൻ ജീവനക്കാർ ശ്രമിക്കുക. നിങ്ങളുടെ വിവിധ വിഷയങ്ങൾ, നിങ്ങളുടെ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ പലവട്ടം ഞങ്ങൾ വീഡിയോ ചെയ്ത് ബഹളമൊക്കെ ഉണ്ടാക്കിയിരുന്നു. അവസാനം നിങ്ങൾക്ക് 10% കൂട്ടിക്കിട്ടി. ഞങ്ങളെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തു പലരും. എന്നിട്ട് ഞങ്ങൾ പിന്മാറാതെ വീഡിയോകളൊക്കെ ചെയ്തു. ഈ ഭീഷണി വരെ വന്നിട്ട് ഞങ്ങൾ പിന്മാറിയില്ല. ഇപ്പോഴിതാ ഞങ്ങൾ നിങ്ങളുടെ മറ്റൊരു പ്രശ്നം, തൊഴിലിൻ്റെ നിങ്ങളുടെ ഒരു അനിശ്ചിതത്വത്തിൻ്റെ പ്രശ്നവും നിങ്ങളുടെ പിരിച്ചുവിടാതിരിക്കാനുള്ള പ്രശ്നവും പുതിയ ഗവൺമെൻറ് വന്നാൽ അതിൽ വലിയ പരിക്കില്ലാതെ നിങ്ങൾക്ക് നിൽക്കാനുള്ള പ്രശ്നമൊക്കെ ഉണ്ട്. ഇത് കൃത്യമായി തൊഴിലുറപ്പുകാർ ഞങ്ങളെ ഈ കൃത്യമായി വീഡിയോ കാണുകയും എല്ലാവർക്കും ഇത് ഫോർവേഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് വളരെ കൃത്യമായൊരു സാമൂഹ്യ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾ ആരെയും പിരിച്ചുവിടാതിരിക്കട്ടെ. ഈ പറഞ്ഞ പോലെ പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ പദ്ധതിയിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പരിഷ്കാരങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനും സാധ്യത വളരെ ഏറെയാണ്.